ബിഗ് ബോസ് മലയാളം സീസൺ 7 നിലവിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് നെവിനും അനുമോളും. രണ്ട് രീതിയിലാണെന്ന് മാത്രം. നെവിൻ ആണെന്നുണ്ടെങ്കിൽ കണ്ടസ്റ്റൻസിനെ ഹരാസ്മെന്റും ബുള്ളിങ്ങും ഒക്കെ നടത്തി മാക്സിമം വെറുപ്പിച്ചു കൂട്ടുകയാണ്. എന്തോ നെഗറ്റീവ് ഇമ്പാക്റ്റിലൂടെ പ്രേക്ഷക മനസ്സിൽ കയറിപ്പറ്റി മുന്നോട്ട് പോകാമെന്നുള്ള ചിന്താഗതിയിലാണെന്ന് തോന്നുന്നു. അതും വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ പ്രത്യേകിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ പുള്ളി ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണെന്ന് കരുതി കൂട്ടിയാണെന്ന് തോന്നുന്നു ഓരോ കണ്ടസ്റ്റൻസിനെയും തെരഞ്ഞു പിടിച്ച് ഹരാസ്മെന്റും ബുള്ളിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അനുമോള് മറ്റൊരു രീതിയിൽ നാടകം കളിച്ചും ഒറ്റപ്പെടൽ നാടകമൊക്കെ നടത്തി പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. കംപ്ലീറ്റ് ഡ്രാമയാണ് അനുമോളുടെ സൈഡിൽ നിന്നും കണ്ടുവരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് വോട്ട് ചെയ്യാനുള്ള കുറെ മണ്ടന്മാരായിട്ടുള്ള പ്രേക്ഷകരുമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ എല്ലാവരെയും പ്രൊവോക്ക് ചെയ്യാനെന്നും പറഞ്ഞൊക്കെയാണ് നെവിൻ പോകുന്നത്. എനിക്ക് പ്രൊവോക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ പ്രൊവോക്ക് ചെയ്യുകയാണ്, ഞാൻ ഗെയിം കളിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നെവിൻ ചെല്ലുന്നതെങ്കിൽ പോലും മറ്റുള്ളവരുടെ വാക്കുകളിൽ പ്രൊവോക്ഡ് ആയിട്ട് നെവിൻ തന്നെയാണ് പ്രശ്നങ്ങളിൽ ചെന്നുപെടുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ്. ഈ അനുമോൾ നെവിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ തുടക്കം മുതൽ കണ്ടുവരുന്നതാണ്. ഒരു ടോം ആൻഡ് ജെറി ഫൈറ്റ് എന്നതിലുപരി ഇവര് മനഃപൂർവ്വം നാടകം കളിക്കുന്നതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അത് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെവിൻ നാടകം അല്ലെങ്കിൽ പോലും അനുമോൾ മാക്സിമം നാടകം കളിക്കുന്നത് തന്നെയാണ്. അനുമോൾ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒറ്റപ്പെടൽ അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് തന്നെ ആക്രമിച്ചു അല്ലെങ്കിൽ എല്ലാവരും ചേർന്ന് തന്നെ ഒറ്റപ്പെടുത്തി ഒരു സിമ്പതി കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ട് അനുമോൾ കാത്തിരിക്കുകയാണ്. അതിനുള്ള അവസരങ്ങൾ അനുമോൾ തന്നെ ഉണ്ടാക്കി കൊടുക്കും. ഈ അനുമോളുടെ ഈ ഒരു ഡ്രാമയിൽ ചെന്ന് അറിയാതെ വീണു പോകുന്ന ഒരാളാണ് നെവിൻ. നെവിൻ പ്രൊവോക്ക് ചെയ്യാൻ പോകുന്നതാണെങ്കിൽ പോലും അനുമോൾ ഓരോന്ന് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നെവിൻ പ്രൊവോക്ഡ് ആകുകയും അനാവശ്യമായിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് അനുമോളെ ചെയ്യാൻ പറ്റുന്നതൊക്കെ നെവിനും ചെയ്യും. അത് മതി അനുമോളെ സംബന്ധിച്ച്. ഏതെങ്കിലും ഒരു പോയിന്റിൽ അനുമോൾക്ക് കിട്ടും ഒരു സിമ്പതി കാർഡ് വർക്കൗട്ട് ആക്കാനുള്ള കണ്ടന്റ്. അത് പിടിച്ച് അനുമോൾ പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞ് നിലവിളിച്ച് സിമ്പതി കാർഡ് വർക്കൗട്ട് ആക്കി എങ്ങനെയെങ്കിലും പ്രേക്ഷക പിന്തുണ നേടിയെടുക്കാനുള്ള സംഭവങ്ങളും ഡ്രാമകളും ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നടത്തും. ഇന്നലെ നെവിനും അനുമോളും തമ്മിലുള്ള ഒരു ഇഷ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നെവിൻ അവിടെ ഒരാവശ്യവുമില്ലാതെ അനുമോൾക്ക് നേരെ ചെല്ലുകയും അനുമോളെ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയും അനുമോളുടെ മേഖത്തേക്ക് വെള്ളം കോരി ഒഴിക്കുകയും ഒക്കെ ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾക്കാണെന്നുണ്ടെങ്കിലും നെവിനാണെന്നുണ്ടെങ്കിലും വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കോരി ഒഴിച്ചു. അതുവരെ നിർത്തിയിരുന്നെങ്കിൽ രണ്ടുപേർക്കും വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാമായിരുന്നു. എന്നാൽ നെവിൻ ആ ഒരു പാത്രത്തിൽ മൊത്തം വെള്ളം കോരി എടുത്തുകൊണ്ട് വന്ന് അനുമോളുടെ ബെഡിലേക്ക് ഒഴിച്ചതോടു കൂടി ഈ ഒരു വീക്കെൻഡിൽ നെവിൻ എന്താണെന്നുണ്ടെങ്കിലും എയറിലേക്ക് പോകാനുള്ള നല്ല രീതിയിലുള്ള സംഭവങ്ങൾ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ മിക്കവാറും ഈ ഒരു വീക്കെൻഡ് നെവിൻ പുറത്തു പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. സോ ഈ ഒരു വീക്കെൻഡ് നെവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അതുപോലെ തന്നെ അനുമോൾ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു ഡ്രാമ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. കിട്ടിയ അവസരം അനുമോൾ മാക്സിമം മുതലാക്കി. ആ ഒരു ബെഡിൽ വെള്ളം വീണു എന്നും പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രി എവിടെയാണ് പോയി കിടന്നതെന്നൊക്കെ നമ്മൾ എല്ലാവരും കണ്ടു. ആ ഒരു സോഫയുടെ പുറകിൽ പോയി കിടന്ന് പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് സിമ്പതി വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഡ്രാമ കളിച്ച് ഇതുപോലെ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ ഡ്രാമയാക്കി മാറ്റി സിമ്പതി കാർഡിൽ എത്ര ദിവസം ഇങ്ങനെ മുൻപോട്ട് പോകുമെന്ന് മാത്രം അറിയത്തില്ല. കളിച്ച് വെളിച്ച് 100 ദിവസം ആകാറായി. 100 ദിവസം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ ഡ്രാമ കളിച്ച് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അനുമോൾ മാത്രമാണ്. എങ്ങനെ പ്രേക്ഷകരെ അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരെ, കണ്ണീർ സീരിയലിന്റെ പ്രേക്ഷകരെയൊക്കെ എങ്ങനെ കയ്യിലെടുക്കാമെന്ന് അനുമോൾക്ക് നല്ല രീതിയിൽ അറിയാം. ഇന്നലെ ആ ഒരു ഡ്രാമ നടത്തുന്ന സമയത്ത് ഒറ്റപ്പെടൽ നാടകവും ഒക്കെ ആയിട്ട് പുറത്തു പോയിട്ട് ഇരുന്നെങ്കിൽ പോലും ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ വലിയൊരു അടിയും നടന്ന നൂറ, നമ്മുടെ അക്ബർ ഖാൻ, നെവിൻ ഇവരൊക്കെ ആ ഫുഡിന്റെ പേരിൽ ഒരു അടിയും ബഹളവും ഒക്കെ ഉള്ളിൽ നടന്നത് കൊണ്ട് അനുമോളുടെ കണ്ടന്റ് അധികം പോയില്ല. ആരും അത് ശ്രദ്ധിച്ചുമില്ല. ബിഗ് ബോസിന്റെ ക്യാമറയിൽ അനുമോളുടെ ആ ഒറ്റപ്പെടൽ നാടകം അധികം പ്രതിഫലിച്ചുമില്ല. ഇത് മനസ്സിലാക്കിയിട്ട് എന്നോണം അകത്തൊരു വലിയ വഴക്ക് നടക്കുന്നത് കൊണ്ട് തന്റെ ഒറ്റപ്പെടൽ അധികം വർക്കൗട്ട് ആകില്ല എന്ന് മനസ്സിലാക്കി അനുമോള് രാത്രിയിൽ പോയിട്ട് ബെഡിൽ കിടക്കാതെ, അവിടെ മറ്റുള്ള ബെഡുകളൊക്കെ ഇഷ്ടം പോലെ ഫ്രീ ഉണ്ട്, അവിടെ ഒന്നും പോയി കിടക്കാതെ അല്ലെങ്കിൽ ലിവിംഗ് റൂമിലെ ആ സോഫയിലോ ഒന്നും പോയി കിടക്കാതെ ആ ഒരു സോഫയുടെ ഏറ്റവും പുറകിൽ പോയി നിലത്ത് വിരിച്ച് കിടക്കുന്ന അനുമോളെ നമ്മളെല്ലാം കണ്ടതാണ്. ഇത് നല്ല രീതിയിലുള്ള ഒരു കണ്ടന്റ് ആക്കുകയും BR വർക്കേഴ്സ് പുറത്തോട്ട് പാവം തോന്നി അനുമോൾ അല്ലെങ്കിൽ അനുമോൾ എന്ന പാവം കുട്ടി നിലത്ത് കിടന്നുറങ്ങുന്നു എന്ന രീതിയിലൊക്കെ കണ്ടന്റ് പോയിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരെ നമുക്കറിയാമല്ലോ, ഇതിലൊക്കെ വീണ് സിമ്പതി കാർഡിൽ ഇവർക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കും. ലാസ്റ്റ് അവസരമാണല്ലോ, ഇനി 1-2 ആഴ്ചകൾ കൂടിയല്ലേ ഉള്ളൂ. അവസാന ആഴ്ചയിൽ ആദ്യ ആഴ്ച കാണിച്ച് അതേ സിമ്പതി കാർഡ് വർക്കൗട്ട് ആക്കാനാണ് അനുമോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുമോളുടെ ഈ നാടകം മനസ്സിലാക്കാതെ അനുമോളുടെ പ്രൊവോക്കിലും അല്ലെങ്കിൽ അനുമോളുടെ ഈ പറയുന്ന ഗെയിമിനുള്ളിൽ പോയി അറിയാതെ പ്രൊവോക്ക് ചെയ്യാൻ എന്ന വ്യാജേന പോയി പ്രൊവോക്ഡ് ആയിട്ട് പെട്ടുപോകുന്നത് ശരിക്കും നെവിനാണ്. ശരിക്കും ഒരു മണ്ടൻ തന്നെയാണ് നെവിൻ. എന്തോ വലിയ ഗെയിമർ ആണെന്നുള്ള വ്യാജേന പോയി പ്രൊവോക്ക് ആക്കാൻ പോയി പ്രൊവോക്ഡ് ആയിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ബുള്ളിങ്ങും ഹരാസ്മെന്റും എല്ലാം ചെയ്ത് പ്രേക്ഷകരുടെ വെറുപ്പ് നേടിയെടുക്കുകയാണ് നെവിൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യ നാളുകളിൽ നല്ല രീതിയിൽ ഒരു എന്റർടൈനർ എന്ന നിലയിൽ നല്ല രീതിയിലുള്ള പ്രേക്ഷക പിന്തുണ നേടിയെടുത്തുള്ള ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് നെവിൻ. ബട്ട് പിന്നീട് അങ്ങോട്ട് വെറുപ്പിച്ച് ഇപ്പോൾ അതിന്റെ പീക്ക് ലെവൽ എന്ന് പറയാം നെവിന്റെ കാര്യം. എന്താണെങ്കിലും നിങ്ങൾ പ്രേക്ഷകർ ഇതേപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കുറെ പ്രേക്ഷകർക്ക് എതിരഭിപ്രായങ്ങൾ കാണും. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്. ബിഗ് ബോസ് കാണുന്ന
എന്നെ സംബന്ധിച്ച് നെവിൻ ഒരു സൈഡിൽ വെറുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സൈഡിൽ സിമ്പതി വർക്കൗട്ട് ആക്കി അനുമോളും വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെറുപ്പിച്ച് മെഴുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. സോ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.